NIA കോടതി നാളെ വിധി പറയും കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ എന്നതാണ്. അതിൽ പ്രോസിക്യൂഷന്റെ നിലപാട് ഇന്നും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ജാമ്യാപേക്ഷയെ അവർ എതിർക്കുകയാണ് ഇന്നും ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലേക്കാണ് ഇനി പോകുന്നത്. സൂരജ് സജിയുണ്ട്. സൂരജ്, ഒരു ഭാഗത്ത് അനുനയ നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഇന്നിപ്പോൾ തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുകയും സംസാരിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്നത് പ്രോസിക്യൂഷൻ എതിർത്തിരിക്കുകയാണ്. ജാമ്യം നൽകരുത് എന്ന നിലപാട് അവർ ആവർത്തിച്ചിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും ഈ അനുനയ നീക്കങ്ങൾക്കൊക്കെ ഇതൊരു വലിയ തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണല്ലോ. ഏത് തരത്തിലാണ് ഒരു ഭാഗത്ത് അനുനയ നീക്കം? അനുജ, പ്രധാനമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരമായിരുന്നു ദ്രുതഗതിയിൽ, അതായത് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന് BJP തയ്യാറെടുത്തത്. അതിന്റെ ഭാഗമായിക്കൊണ്ടായിരുന്നു സഭാധ്യക്ഷന്മാരെ നേരിട്ട് കണ്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു അനുനയ നീക്കത്തിന് ഇറങ്ങിയത്. ഇന്നലെ കൊച്ചിയിലും ഇന്ന് തൃശ്ശൂരിലും സഭാ നേതാക്കളെ കണ്ട് തങ്ങളുടെ ഭാഗം വിശദീകരിച്ചു. ആ സമയത്ത് പ്രധാനമായും BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിക്കാട്ടിയത് പ്രധാനമന്ത്രിയുടെ അടക്കം ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അത് ഈ കേസ് കോടതിയിൽ എത്തുന്ന സമയത്ത് പ്രോസിക്യൂഷൻ, സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇന്ന് ഈ അരമണിക്കൂർ അടച്ചിട്ട മുറിയിലെ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്തും മാധ്യമപ്രവർത്തകരോടും രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചത് ഇതുതന്നെയാണ്. അതായത് ഈ കൂടിക്കാഴ്ചയിലുടനീളം ഇവർ ഉയർത്തിക്കാട്ടിയത് അധികം വൈകാതെ തന്നെ ജാമ്യം ലഭിക്കും. ഈ കേസ് കോടതിയിൽ എത്തുകയാണെങ്കിൽ അവിടെ ജാമ്യത്തെ എതിർക്കാതെ ഈ സിസ്റ്റർമാരെ പുറത്തെത്തിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അപ്പാടെ മാറിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ സ്വാഭാവികമായും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. നേരത്തെ കീഴ്ക്കോടതിയിൽ ഇത് സംബന്ധിച്ച ജാമ്യാപേക്ഷ സമർപ്പിച്ചതിനെ കുറിച്ച് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിനോട് നമ്മൾ ചോദിച്ചിരുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ കീഴ്ക്കോടതിയിൽ ഇത് വാദമായി വന്നിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൽ ഒരു നിലപാട് അറിയിക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് പറയുകയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ വീണ്ടും ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഉറപ്പായും സർക്കാർ അതിനെ എതിർക്കില്ല. അത് ഉറപ്പ് നൽകിയത് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ആ ഉറപ്പ് ഇവിടെ പാലിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അതായത് BJP കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്നു. അനുനയ നീക്കങ്ങൾക്കിടയിലും വീണ്ടും കടുത്ത പ്രതിരോധത്തിലേക്ക് BJP പോവുകയും ചെയ്യുകയാണ്. അനുജ, അതാണ്. കന്യാസ്ത്രീകൾ ഏതായാലും ഇന്നിപ്പോൾ ജയിലിൽ തുടരും. നാളെ എന്താണ് NIA കോടതി പറയാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനമാകാൻ പോകുന്നു. അതിനിടെയാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടും ചർച്ചയാകുന്നത്.